ലോജിക്കലി ചിന്തിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ എനിക്ക് തന്നൊരു വിഷയമാണ് 90കളിലെ ആൺകുട്ടികൾക്ക് എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. നമുക്കൊന്ന് ലോജിക്കലി ചിന്തിക്കാം. 1980-70 കാലഘട്ടങ്ങളിൽ ആൺകുട്ടികൾ സാധാരണ അവരുടെ 20 വയസ്സ് 30 വയസ്സ് കാലഘട്ടങ്ങളിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുക, ജോബ് എന്നുള്ള കാര്യങ്ങളുടെ പുറകെ നടന്നിരുന്നത്. വീട്ടുകാർ തന്നെ കല്യാണം ആലോചിച്ച് ഒരു പെൺകുട്ടിയെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തന്നെക്കാൾ പ്രായം കുറഞ്ഞ വിത്ത് സ്ത്രീധനം അല്ലെങ്കിൽ വിത്തൗട്ട് സ്ത്രീധനം, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത് കണ്ടു വളർന്ന 90ലുള്ള ആളുകളിൽ കൂടുതൽ പേരും പരിചയപ്പെടുക, മിങ്കിൾ ചെയ്യുക എന്നുള്ള സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അവർ കരിയർ ബിൽഡ് ചെയ്യുക, ജോലി എന്നുള്ള രീതിയിൽ പുറകെ നടന്നു. വീട്ടുകാർ കണ്ടെത്തി തരും, തന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ നോക്കാൻ പാടുള്ളൂ എന്ന ചിന്തയോടുകൂടി നിന്നു. 2000 അടുത്തപ്പോഴത്തേക്കും ആളുകൾക്ക് ചെറിയൊരു ചേഞ്ച് വന്നു. അവർ ഇന്റർനെറ്റുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി, സോഷ്യൽ മീഡിയ ത്രൂ ലോകത്തെ കാണാൻ തുടങ്ങി, അവരുടെ സ്വാതന്ത്ര്യം, അവകാശം എന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. ഇതിൽ 20-30% ആൾക്കാർ റിലേഷനെ വേണ്ട, കല്യാണം വേണ്ട എന്നുള്ള രീതിയിലും, അങ്ങനെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഉള്ള ആളുകൾ അവർക്ക് പരിചയമുള്ള, അവർക്ക് പറ്റുന്ന ആളുകളെ തന്നെ വേണം എന്നുള്ള രീതിയിലുമായി. അത് കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന അവർക്ക് പരിചയമുള്ള, ഒപ്പം പഠിച്ച അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കാണ് വന്നിരുന്നത്. അത് സെയിം ഏജ് കാറ്റഗറിയിലേക്കാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഏജ് കാറ്റഗറി ഡിഫറൻസ് എന്നുള്ള സംഭവം അതിൽ ഇല്ലാതാവുകയും ചെയ്തു. അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇങ്ങനെ കണ്ടുപരിചയമുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് നടന്നു വന്നിട്ടുള്ളത്. സോ ഇതാണ് കല്യാണം നടക്കുന്നില്ല എന്നതിന് കാരണമായിട്ട് വരുന്നത്. ഇത് മാറാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 90കളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 80കളിലെ ആളുകളെ ഫോളോ ചെയ്യാതെ അവർ പുറത്തേക്ക് ഇറങ്ങുക, മിങ്കിൾ ചെയ്യുക, ഒരാവശ്യമില്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യുക, ആൾക്കാർ മിങ്കിൾ ചെയ്യുന്ന സർക്കിളിലേക്ക് കൂടുതലായിട്ട് എൻ്റർ ചെയ്യുക, പരിചയങ്ങൾ പുതുക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. ഏജ് കാറ്റഗറി ഒരു പ്രശ്നമല്ല ഇന്നത്തെ സമൂഹത്തിൽ. അല്ലെങ്കിൽ പിന്നെ കല്യാണമേ വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേ ആളുകളൊക്കെ തൻ്റെ 30-40 വയസ്സോട് കൂടിയൊക്കെ അവരുടെ പാരൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ആരുമില്ലല്ലോ എന്നുള്ള രീതിയിൽ പുതിയ റിലേഷൻഷിപ്പ് അന്വേഷിച്ച് ഇറങ്ങുന്ന സമയത്ത് 90കളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ലൈനിലേക്ക് പോകും. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതേപോലെ ഇങ്ങനെ രസകരമായ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ലോജിക്കലി സംസാരിക്കണം, കമൻറ്റ് ചെയ്യേ. ബൈ.